നക്ഷത്രമണ്ഡലത്തിലെ ഏറ്റവും പ്രഭാവമുള്ളതും ആകർഷണീയതയുള്ളതുമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂരം. ചിങ്ങം രാശിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുക്രൻ അധിപനായി വരുന്ന ഈ നക്ഷത്രം ഭാഗ്യത്തിന്റെയും സർഗാത്മകതയുടെയും പ്രതീകമായാണ് അറിയപ്പെടുന്നത്. 2026 എന്ന വർഷം ലോകക്രമത്തിലും വ്യക്തിജീവിതങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രവചിക്കപ്പെടുന്ന ഒന്നാണ്. ഈ വർഷത്തിന്റെ 2ാം മാസമായ ഫെബ്രുവരിയിലേക്ക് കടക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണം, ഏതൊക്കെ മേഖലകളിൽ ജാഗ്രത പുലർത്തണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ഈ ഒരു മാസത്തെ കേവലമായ പ്രവചനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ 28 ദിവസങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുമെന്നതിന്റെ ആഴത്തിലുള്ള വിശകലനമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ആഡംബരപ്രിയരും ജീവിതത്തെ ആഘോഷമാക്കി കാണാൻ ആഗ്രഹിക്കുന്നവരും നേതൃത്വ ഗുണമുള്ളവരുമാണ്. സൂര്യന്റെ കരുത്തും ശുക്രന്റെ ലാവണ്യവും ഒത്തുചേരുന്ന ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യം നിങ്ങളിൽ എപ്പോഴും പ്രകടമായിരിക്കും. എന്നാൽ 2026 ഫെബ്രുവരി മാസം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കേവലമായ ആഘോഷങ്ങളല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണവും പ്രായോഗിക ബുദ്ധിയുമാണ്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം ഒരു പരീക്ഷണ കാലഘട്ടം എന്നതിലുപരി ഒരു പരിവർത്തന കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായ ഉയർച്ച താഴ്ചകൾ, തൊഴിൽ രംഗത്തെ പുതിയ വെല്ലുവിളികൾ, കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയും ചെറിയ ഉരസലുകളും, ആത്മീയമായ അന്വേഷണങ്ങൾ എന്നിങ്ങനെ മനുഷ്യജീവിതത്തിന്റെ 4 പ്രധാന തൂണുകളെ ആസ്പദമാക്കിയാണ് ഈ വിശകലനം തയ്യാറാക്കിയിരിക്കുന്നത്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശ തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ക്ഷമയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങളുടെ സ്വതസിദ്ധമായ ആത്മവിശ്വാസം പലപ്പോഴും അമിത വിശ്വാസമായി മാറാൻ സാധ്യതയുള്ള ഒരു മാസമാണിത്. അതുകൊണ്ട് തന്നെ വീണ്ടും വിചാരമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. 2026 ഫെബ്രുവരി മാസം നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നതായിരിക്കും. ഒരു വശത്ത് സാമ്പത്തിക ലാഭങ്ങൾക്കുള്ള വഴികൾ തെളിയുമ്പോൾ തന്നെ മറുവശത്ത് അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. ഇത് കൈകാര്യം ചെയ്യാൻ സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ബലം ലഭിച്ചു തുടങ്ങുന്ന സമയമാണിത്. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ ചെറിയ വിമർശനങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കാൻ അല്പം മടിയുണ്ടാകാറുണ്ട്. എന്നാൽ ഈ മാസം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭാവി വളർച്ചയ്ക്ക് ഗുണകരമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ തേടി വരാമെങ്കിലും രേഖകൾ കൃത്യമായി പരിശോധിക്കാതെ ഒന്നിനും മുതിരരുത്. കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്നേഹവും കരുതലും നിറഞ്ഞ നിമിഷങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സമ്മാനിക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പരസ്പരം മനസ്സിലാക്കാനും നിരവധി അവസരങ്ങൾ ഉണ്ടാകും. എങ്കിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മക്കളുടെ കാര്യത്തിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഈ മാസം നിങ്ങൾക്കുണ്ടാകും. ആത്മീയമായ വശം പരിശോധിക്കുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾക്കിടയിലും മനസ്സിനൊരു തരം ശൂന്യത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ശൂന്യത നികത്താൻ പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും സാധിക്കും. ലോകം ഡിജിറ്റൽ യുഗത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന 2026 സ്വയം കണ്ടെത്താനുള്ള ഒരു ആന്തരിക യാത്രയ്ക്ക് ഈ ഫെബ്രുവരി മാസം വഴിതെളിയും. 2026 ഫെബ്രുവരി മാസത്തിൽ പൂരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം. ഭാഗ്യാധിപനായ ശുക്രന്റെ സ്വാധീനം നിമിത്തം വരുമാനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ലെങ്കിലും അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കൃഷി, കല, വിനോദസഞ്ചാരം, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും. വീട് നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വേണ്ടി വലിയൊരു തുക ചെലവായേക്കാം. ആഘോഷങ്ങൾക്കും കുടുംബപരമായ ചടങ്ങുകൾക്കുമായി പണം മാറ്റിവെക്കേണ്ടി വരും. പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം മുടക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. വലിയ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമായിരിക്കും. തൊഴിൽ രംഗത്ത് ഈ മാസം കഠിനാധ്വാനം അനിവാര്യമാണ്. എങ്കിലും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാൻ അല്പം കാലതാമസം നേരിട്ടേക്കാം. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നിങ്ങളുടെ ജോലി കൃത്യസമയത്ത് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരിൽ നിന്ന് ചില കുതന്ത്രങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. മാസത്തിന്റെ പകുതിയോടെ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള അനുകൂല സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അനുയോജ്യമായ സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളിയുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ഈ മാസം ലഭിച്ചേക്കാം. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. എഴുത്തുകാർ, കലാകാരന്മാർ, സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഈ മാസം വളരെ മികച്ചതായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹം അംഗീകരിക്കുന്ന കാലഘട്ടമാണിത്. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുമായുള്ള ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം.
പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായോ മാനസികമായോ വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. മുൻകോപം നിയന്ത്രിക്കുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾ ഈ മാസം അവസാനിക്കും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരം ലഭിക്കും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ മാസം സാധിക്കും. കുടുംബസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്തിയേക്കാം. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ടാകും. പൂരം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണെങ്കിലും ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഐശ്വര്യം നൽകും. ദൂരെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പദ്ധതിയിടും. ഇത് മാനസികമായ വലിയൊരു ഉന്മേഷം നൽകും. അമിതമായ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി നിത്യവും ധ്യാനമോ യോഗയോ ശീലിക്കുന്നത് ഉചിതമാണ്. ഇത് ചിന്തകളെ ക്രമീകരിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ശനിദോഷ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ മാസം മിതത്വം പാലിക്കേണ്ടതുണ്ട്. ചെറിയ അശ്രദ്ധകൾ പോലും വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. വിട്ടുമാറാത്ത അസുഖമുള്ളവർ ഡോക്ടറെ കൃത്യമായി കാണുകയും മരുന്നുകൾ മുടക്കാതിരിക്കുകയും വേണം. പ്രത്യേകിച്ച് പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ ജാഗ്രത പാലിക്കുക. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. ദൂരയാത്രകൾ രാത്രികാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിയേക്കാം. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും സംഗീതം കേൾക്കുന്നതും മനസ്സിന് ശാന്തി നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കൂ. അലസത ഒഴിവാക്കുക. വീട് വാങ്ങാനോ ഭൂമി ഇടപാടുകൾ നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗവും കാണുന്നു. സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ സാധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരെ അന്ധമായി വിശ്വസിക്കരുത്. പൂരം നക്ഷത്രം ശുക്രന്റെ നക്ഷത്രമായതിനാൽ ഇവർക്ക് പൊതുവെ കലാവാസനയും ആസ്വാദന ശേഷിയും കൂടുതലായിരിക്കും. എന്നാൽ ചിങ്ങം രാശിയിലായതിനാൽ സൂര്യന്റെ തന്റേടവും ആഭിജാത്യവും ഇവർക്കുണ്ടാകും. 2026 ഫെബ്രുവരിയിൽ ശനി നിങ്ങളുടെ രാശിക്ക് 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം വെക്കാൻ. മാസത്തിന്റെ തുടക്കം വളരെ ഉന്മേഷപ്രദമായിരിക്കും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകാം. 2ാം വാരം തൊഴിൽപരമായ തിരക്കുകൾ വർദ്ധിക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്നത് ചെറിയ പരിഭവങ്ങൾക്ക് കാരണമാകും. 3ാം വാരം അപ്രതീക്ഷിത ചെലവുകൾ വരാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ശത്രുക്കളുടെ ശല്യം ഉണ്ടായേക്കാമെങ്കിലും നിങ്ങൾ അതിനെ അതിജീവിക്കും. മാസാവസാനം സമാധാനപരമായിരിക്കും. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഉചിതമായ സമയം. ദൂരയാത്രകൾ ഗുണകരമാകും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ ഇളനീർ അഭിഷേകമോ നടത്തുക. വിഘ്നങ്ങൾ മാറുന്നതിനായി മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും സാമ്പത്തിക നേട്ടം നൽകും. ശനിയാഴ്ചകളിൽ നീരാജനം തെളിക്കുന്നതും ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും അഷ്ടമശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം പൂരം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരേപോലെ നൽകുന്ന മാസമാണ്. അനാവശ്യ ഭയത്തിന്റെ ആവശ്യമില്ല. മറിച്ച് ജാഗ്രതയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ മാസത്തെ വിജയകരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും ഈ കാലയളവ് ഉപയോഗപ്പെടുത്തുക. ആത്മീയമായ ചിന്തകൾ നിങ്ങൾക്ക് മാനസിക കരുത്ത് നൽകും. ഈശ്വരവിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി പ്രവർത്തിച്ചാൽ 2026 ഫെബ്രുവരി നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായിരിക്കും.